അറിയില്ല സാറേ. സാൾട്ട് ടൈപ്പ് ആണോ ഡോക്ടർ? ആസിഡ് എന്താണെന്ന് അറിയില്ലേ? ആസിഡ് അറിയാം. ആസിഡിന്റെ കൂടെ സാൾട്ടും കൂടി പ്ലസ് ചെയ്താൽ അങ്ങനെ, സോറി, ആൽക്കലൈൻ കൂടി പ്ലസ് ആയെങ്കിൽ സാൾട്ട് ഉണ്ടാവും എന്നറിയാം. ആസിഡിന്റെ ഓപ്പോസിറ്റ് ആണ് ആൽക്കലൈൻ എന്ന് പറയുന്നത്. ക്ഷാരഗുണം, ക്ഷാരം. അതിന്റെ മലയാളം എനിക്ക് അറിയില്ല. ഈ ഒരു pH സ്കെയിൽ എന്ന് പറയുന്നത് വെച്ചാണ് നമ്മൾ എന്ത് അളക്കുന്നത്? ഒരു കാര്യം ആസിഡ് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ എന്നുള്ളത്. ആൽക്കലൈനിന്റെ pH 7.35 കൂടുതലല്ലേ? കറക്റ്റ്. pH 1 മുതൽ 7 വരെ ഉള്ളതൊക്കെ ആസിഡ് ആണ്. 7 തൊട്ട് 14 വരെ ഉള്ളത് ആൽക്കലൈൻ ആണ്. ഇപ്പോ ആൽക്കലൈൻ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തം എന്ന് പറയുന്നത് 7ലാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഈ 7ൽ കിടക്കുന്നത് കാരണം ഒരു കൂട്ടം പേര് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആൽക്കലൈൻ ആയുള്ള ഫുഡുകൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യപരം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൽക്കലൈൻ ഡയറ്റ്. അപ്പോ ഇതിലൊരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സ്റ്റമക്ക് എടുത്ത് നോക്കാം. നമ്മള് പിന്നെ സസ്യബുക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആമാശയത്തിലെ ആസിഡ് ലെവൽ എന്ന് പറയുന്നത് 4 to 5 ആണ്. ഇത് ഈ 7ൽ നിന്ന്, ഈ 7ൽ നിന്ന് 1 വരയ്ക്കും 6, 5, 4, 3, 1 എന്ന് പറയുമ്പോൾ വീര്യം കൂടുകയാണ്. ആസിഡിന്റെ താഴോട്ട് പോകുന്നതോറും ആസിഡിന്റെ വീര്യം കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സസ്യബുക്കുകളുടെ ഒരു പിന്നെ ആമാശയത്തിലെ ആസിഡ് ലെവൽസ് എന്ന് പറയുന്നത് 4 to 5 ആണ്. ഇനി മിശ്ര ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 to 4 ആണ്. 3-4 റേഞ്ചിലാണ് അവരുടെ ആസിഡിന്റെ വീര്യം വരുന്നത്. ഇനി മാംസ ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 to 3 ആണ് അതിന്റെ ആമാശയത്തിലെ ആസിഡിന്റെ വീര്യം വരുന്നത്. അപ്പോ വീര്യം കൂടിക്കൊണ്ട് വരണം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റേത് എത്ര ഉണ്ടാവും? മനുഷ്യന്റെ ഒരു ആസിഡ് ലെവല്, ആമാശയത്തിലുള്ള ആസിഡ് ലെവൽ എത്ര ഉണ്ടാവും? എത്രയാണ്? പറഞ്ഞോളൂ. തെറ്റാണെങ്കിലും സാരല്ല, നമ്മളിങ്ങനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ. 5-ന് താഴെ. 5-ന് താഴെ. 5-ന് താഴെ. പക്ഷെ എന്തിനു മേലെ? 5-4 ആണോ സാറേ? 5-4 ഒരു ആൻസർ വന്നു. വേറെ എന്തൊക്കെയാണ്? വേറെ എന്താണ് ആൻസർ? വേറെ ആർക്കും ഉത്തരമില്ല? 4 to 5. 4 to 5. വേറെ ഏതാണ്? ഒരു ആൻസർ കൂടെ പറയാം. 3 to 5. 3 to 5. Less than 4. Okay. ശരിക്കും നമ്മുടെ ആമാശയത്തിലെ ആസിഡിന്റെ വീര്യം എന്ന് പറയുന്നത് 2-ലും താഴെയാണ്. 1 to 1.5 അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ശരീരം മറ്റൊന്നാണ് കാണിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? എന്തിനാണ്? ഡൈജഷൻ ശരിയായിട്ട് നടക്കാനാണ് ഡോക്ടർ. ഡൈജഷന് വേണ്ടിയാണ്. പക്ഷെ അതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് വരാതിരിക്കാൻ? മോശമായ ബാക്ടീരിയ, വൈറസ്, ഇതുപോലെയുള്ള പാത്തജൻസ് വരാതിരിക്കാനാണ് ഇത്രയും ആസിഡ് ഉള്ളത്. ഇത്രയും രീതിയുള്ള ഇത് ഉള്ളതാണോ എന്നുള്ളത് ചോദിക്കാം. ഇത് നമുക്കൊരു കാര്യമുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് മോശമായ ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്, ഇല്ലേ? അപ്പൊ ഇത്ര ആസിഡ് ഉണ്ടെങ്കിൽ, ഇത്രയും ആസിഡിക് ആയിട്ടുള്ള എൻവയറമെന്റിൽ നല്ല ബാക്ടീരിയക്ക് ഉണ്ടാകുവാൻ അല്ലെങ്കിൽ അവർക്ക് പിന്നെ സർവൈവ് ചെയ്യാനുള്ള ഒരവസ്ഥയാണോ ഇത് എന്നുള്ളൊരു ചോദ്യമില്ലേ? അസിഡിക് എൻവയറമെന്റിൽ നല്ലത് മാത്രമേ
എന്തുണ്ടാവുള്ളൂ? ഉണ്ടാവുള്ളൂ. നല്ല ബാക്ടീരിയകൾ മാത്രമാണ് അസിഡിക് എൻവയറമെന്റിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനൊരു ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത്രയും നിങ്ങൾ വെള്ളം എടുത്ത് നിറച്ച് അതിലൊരു ക്യാരറ്റ് എടുത്ത് വെച്ച്, ഒരു ക്യാരറ്റ് ഇട്ട് വെച്ച് നിങ്ങൾ ഇനി ഇതൊരു 2 ആഴ്ച 3 ആഴ്ച വെറുതെ വെക്കുകയാണ്. ഈ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് എന്താകും? ചീഞ്ഞു പോകും ഇല്ലേ? നമുക്കത് കുടിക്കാൻ പറ്റില്ല. നമുക്കത് ശ്വസിച്ചാൽ പോലും അതിൽ നിന്നുള്ള സ്പോർസ് നമ്മുടെ ഉള്ളിലേക്ക് വരുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. അത്രയും ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും. രണ്ടും, ക്യാരറ്റ് ആണെങ്കിലും ശരി, വെള്ളമാണെങ്കിലും ശരി. ഇനി ഇതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും വെള്ളം തന്നെ, ഇത്രയും വെള്ളത്തിൽ നിങ്ങൾ ഒരു 4 സ്പൂണ് സുറുക്ക ഒഴിച്ച് വെക്കുക, വിനാഗിരി ഒഴിച്ച്, വിനെഗർ ഒഴിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ മിളകിട്ട്. ഈ മിളകും വിനാഗിരിയും ഒക്കെ എന്താണ്? ആസിഡ് ആണോ ആൽക്കലൈൻ ആണോ? ആസിഡ് ആണ്. അപ്പൊ വെള്ളത്തിന്റെ pH എത്രയാണ്? സാധാരണ എത്രയാണ്? 7 ആണ്. നമ്മൾ ഈ പിന്നെ ആസിഡ് ഒഴിക്കുന്ന സമയത്ത് ഇത് 7ലും താഴെ ആവും അല്ലേ? എന്നിട്ട് ഈ സാധനം എടുത്ത് നമ്മൾ ഒരു 3 മാസം 4 മാസം വെച്ചാലും പിന്നെ എടുത്ത് നോക്കിയാൽ എന്തുണ്ടാകും? കേടുവരില്ല. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സംടൈംസ് ഡോക്ടർ അതില് പൂപ്പല് വരാറുണ്ടല്ലോ. കറക്റ്റ്. അതെന്തുകൊണ്ടാണ്? അതിന്റെ അസിഡിറ്റി ലെവൽ കുറവായിരിക്കും. അപ്പോ ഇത് ആസിഡ് ആകും തോറും, ഇതിന്റെ ആസിഡിന്റെ വീര്യം കൂടും തോറും ഇത് പ്രിസർവ് ആകും എന്നുള്ളത് അറിയാലോ. അപ്പോ എന്തുകൊണ്ടാണ്? അതേസമയം നിങ്ങൾ ഇത് പ്രിസർവ് ആയതിനു ശേഷം അതിൽ നിന്ന് ആ ക്യാരറ്റ് എടുത്ത് നിങ്ങൾ ആ ക്യാരറ്റ് എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ അതില് മുന്നേ കഴിച്ചാൽ ഒരു മധുരിപ്പ് ഉണ്ടാവും അല്ലേ? ഇത് വെച്ചതിന് ശേഷം ഇതിൽ മധുരിപ്പ് ഉണ്ടാവില്ല. ഉണ്ടാവോ? എന്തായിരിക്കും അതിലുണ്ടാവുക? എന്തുകൊണ്ടാണ്? എന്താണ്? സുർക്ക ഇട്ടത് കൊണ്ട് മാത്രല്ല, ഇതിലുള്ള മധുരിപ്പ് എങ്ങോട്ട് പോയി? നല്ല ബാക്ടീരിയയിലേക്ക് പോയി. കറക്റ്റ്. ഒരാൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നല്ല ബാക്ടീരിയ ഇതിലുള്ള മധുരം കഴിച്ചു. ഇതേപോലെ തന്നെയാണ് എന്തുള്ളത്? ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലുള്ള മധുരം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള എനർജി കഴിച്ച് നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ വായുനാറ്റം പോലെയുള്ള ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ സുർക്കയിലിട്ടതോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്? ഇപ്പോ ഞാൻ ആ ഷെയർ ചെയ്തിട്ടുള്ള സാധനം കാണുന്നുണ്ടോ? അതൊക്കെ ലാക്ടോബാസിലസ് ഗ്രൂപ്പ്സ് ആണ്. ബിഫിഡോബാക്ടീരിയ, ഇതൊക്കെ നല്ല ബാക്ടീരിയകളാണ്. അപ്പൊ നല്ല ബാക്ടീരിയകൾ എപ്പോഴും ആസിഡിക് എൻവയറൺമെന്റിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രക്തം എന്ന് പറയുന്നത് 7 ആണെങ്കിലും നമ്മുടെ ആമാശയം 1.5ന്റെ അടുത്താണ്, നമ്മുടെ കുടല് 5ലും താഴെ 4ലും താഴെ ആയിട്ടാണ് വരുന്നത്. അതിന്റെ ആസിഡ് ആണ് അതിന്റെ എൻവയറൺമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് എന്തിനാണ്? ഇത്രയും അസിഡിക് ആയിട്ടുള്ള എൻവയറൺമെന്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും. ഈ നല്ല ബാക്ടീരിയകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് നല്ല തരത്തിലുള്ള വിറ്റമിൻസും മിനറൽസും ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പിന്നെ പോഷകങ്ങൾ എടുത്ത് നമ്മുടെ ശരീരത്തിന് തരാൻ സഹായിക്കും. അതോടൊപ്പം മോശമായ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അതിനെ തടുക്കും, നശിപ്പിക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ വീണ്ടും നല്ലൊരു സാധനം ഉണ്ടാക്കും, ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? ഒന്നാമത് എൻവയറൺമെന്റ്, അവിടെയുള്ള ആ ഒരു ആമാശയത്തിന്റെ എൻവയറൺമെന്റ് ഒന്നുകൂടെ ആസിഡിക് ആയിട്ട് തന്നെ കൊണ്ടുപോകും. അതോടൊപ്പം ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് ഓൾമോസ്റ്റ് എല്ലാ നീർക്കെട്ടുകളെയും കുറക്കുന്ന ഒരു സാധനമാണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. വളരെ നല്ല സാധനമാണ്. അപ്പൊ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാകണമെങ്കിൽ ഈ ബാക്ടീരിയക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സോളിബിൾ ഫൈബർ എന്ന് പറയുന്ന സാധനം കൊടുക്കണം. ഫൈബർ കൊടുക്കണം.
എന്ത് ഫൈബർ? ജലാംശത്തിൽ അലിയുന്ന സോളിബിൾ ഫൈബേഴ്സ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അധികം വെജിറ്റബിൾസ് കഴിക്കാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, പയറുവർഗ്ഗങ്ങളിലും കൂടുതലും നമ്മൾ കഴിക്കേണ്ടത് എന്താണ്? പച്ചക്കറികളാണ്. പച്ചക്കറികൾ അത്രയും അധികം നിങ്ങൾ കഴിക്കണം, വേവിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ വെറൈറ്റികൾ കഴിക്കണം, ഏതെങ്കിലും ഒരു പച്ചക്കറി മാത്രം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓരോ പച്ചക്കറിയിലും ഓരോ തരത്തിലുള്ള സോൾബിൾ ഫൈബേഴ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഓരോ സോളിബിൾ ഫൈബേഴ്സിന്റെയും ഗുണം എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഡൈജഷൻ നടക്കുന്നത് ഓരോ സമയത്താണ്. അപ്പോ നമ്മുടെ കുടൽ എന്ന് പറയുന്നത് ഒരു 4 മീറ്ററോളം നീളമുള്ള ഒരു സാധനമാണ്, അല്ലേ? ഇപ്പൊ ഞാന് ബീറ്റ്റൂട്ടില് ഉള്ള ഒരു സോളിബിൾ ഫൈബർ 4 മണിക്കൂർ ആവുമ്പോഴാണ് ഡൈജസ്റ്റ് ആവുന്നതെന്ന് വെച്ച് വിചാരിക്കുക. അപ്പൊ ഒരു ഞാൻ ബീറ്റ്റൂട്ട് കഴിച്ചതിന് ശേഷം ഇപ്പോ ഈ ഒരു അതിലത്തെ സോളിബിൾ ഫൈബർ ഇവിടെ എത്തി, ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി, ഈ ഒരു ഭാഗത്തോട്ട് എത്തി. അപ്പൊ ഈ ഭാഗത്ത് കൂടുതലും എന്തുണ്ടാകുന്നത്? നല്ല ബാക്ടീരിയക്കുള്ള ഫുഡ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ വെള്ളം നനക്കുന്നിടത്തല്ലേ കൂടുതലും ചെടികൾ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ നമ്മുടെ കുടലുടനീളം നമുക്ക് എല്ലായിടത്തും നല്ലോണം ബാക്ടീരിയ ഉണ്ടാവണമെങ്കിൽ 2 മണിക്കൂറിൽ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടാവണം, പിന്നെ അരമണിക്കൂറിൽ ഡൈജസ്റ്റ് ആവുന്നത് ഉണ്ടാവണം, 8 മണിക്കൂറിൽ ഡൈജസ്റ്റ് ആകുന്നുണ്ടാവണം, 12 മണി. അപ്പോ ഈ ഫുള്ള് എല്ലാ ഭാഗങ്ങളും എത്താൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള വെജിറ്റബിൾസ് കഴിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒറാങ്കുട്ടാന്റെ ഒരു സ്റ്റൂൾ സാമ്പിൾ എടുത്ത് നോക്കുമ്പോഴൊക്കെ പറയുന്നത് 1000-ലേറെ സോളിബിൾ ഫൈബേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് അതില്. അപ്പോൾ അത്രയും അധികം വെറൈറ്റികൾ അവർ കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ശരി. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പാതി പ്ലേറ്റ് നമ്മൾ നോൺ വെജ് കഴിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ പാതി പ്ലേറ്റ് എന്തായിരിക്കണം? നല്ല നല്ല പച്ചക്കറികളായിരിക്കണം. സീസണിൽ കിട്ടുന്നതായാലും മതി, എന്നാലും എല്ലാ ദിവസവും വെറൈറ്റികൾ ഉണ്ടാകണം കേട്ടോ. ആൽക്കലൈൻ ഡയറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോ നിങ്ങൾ ആൽക്കലൈൻ വാട്ടർ കേട്ടിട്ടുണ്ടോ? ആൽക്കലൈൻ വാട്ടറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വെള്ളം ആൽക്കലൈൻ ആക്കി ഒന്നുകൂടെ ഈ 8ഉം 9 ആക്കിയിട്ട് കുടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒക്കെ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബിസിനസ്സാണ്. ഇപ്പോ അതിന്റെ ഒരു മെഷീന് മാത്രമായിട്ട് തന്നെ 5 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷത്തിന്റെ ഒക്കെ പോലും മെഷീനുകൾ വരുന്നുണ്ട്, വെറുതെ ഒരു വെള്ളം ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണോ? അല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ആമാശയത്തില് ആസിഡ് മാറ്റി അതിനെ ഒരു ആൽക്കലൈൻ എൻവയറമെന്റ് ആക്കുന്ന ഉടനെ തന്നെ ആരുള്ളി കയറും? മോശമായത് കയറും. അതിലേറ്റവും ഒരു ഫേമസ് ആയ ഒരാളാണ് എച്ച് പൈലോരി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ഈ എച്ച് പൈലോരി ആണ് കുളിച്ചിതകെട്ടലിന്, നെഞ്ചരിച്ചിലിന്, അതേപോലെ ദഹനക്കുറവിന്, അതേപോലെ മൈഗ്രെയിന്, അതേപോലെ അൾസറുകൾ ഉണ്ടാകാന്, അതേപോലെ ലൂസ് മോഷൻസ്, കോൺസ്റ്റിപ്പേഷൻ, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരാളാണ് ആര്? എച്ച് പൈലോരി എന്ന് പറയുന്ന ബാക്ടീരിയ. അപ്പോ എച്ച് പൈലോരി അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? യൂറിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആളുടെ ഉള്ളിൽ നിന്ന് യൂറിയേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരത്തില് ആമാശയത്തിൽ അമോണിയ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ എൻവയറമെന്റ് pH സ്കെയിലില് 7 കൊണ്ടുവരാൻ നോക്കുകയാണ്. 3, 4, 5 ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് ആൾക്കും ആളുടെ കുടുംബത്തിനും നല്ലതാണ്. നന്നായിട്ട് വളരും, നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പൊ എങ്ങനെയെങ്കിലും ആള് തന്നെ അത് ചെയ്യാൻ നോക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആൽക്കലൈൻ ഡയറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു വിഡിത്താണ്. അത് അങ്ങനെ കേട്ടാലും അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. അതിനുവേണ്ടി പലതരത്തിലുള്ള സയന്റിഫിക് പിന്നെ എവിഡൻസ് ഒന്നും പറഞ്ഞിട്ട് തരും. പക്ഷെ അത് ഒരിക്കലും അതെന്താണ് സംഭവ സാധനം എന്താണ്?
അതൊന്നുമില്ല. നമ്മുടെ ശരീരത്തില് മുട്ട, മീന്, ഇറച്ചി കഴിച്ചാല് നമ്മുടെ ശരീരം ആസിഡ് ആവും. അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പാടില്ല. വെറും ഫ്രൂട്ട്സും വെറും പച്ചക്കറികളും മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം. അതേപോലെ അപ്പൊ നമുക്ക് ഓറഞ്ച് കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ സർ? ഓറഞ്ച് കഴിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോ ഇതുപോലെയുള്ള ഇഷ്യൂസ് നമ്മൾ നോക്കണം. നമ്മുടെ ഇപ്പൊ നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളും ഇറച്ചി, മീനും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങള് ആരോഗ്യമുണ്ട്, വെയിറ്റ് കുറയുന്നുണ്ട്, ഇല്ലേ? ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ് നോക്കേണ്ടത്. ബാലൻസ്ഡ് എന്ന് മാത്രമല്ല, അതിലുള്ള പോഷകം, ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വെറുതെ വിശപ്പ് മാത്രം അടക്കിയാൽ പോരാ. നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ന്യൂട്രിയൻസ് വേണം. നമുക്ക് ഹോർമോൺസ് ഉണ്ടാവാൻ ന്യൂട്രിയൻസ് വേണം. നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആയിട്ട് നടക്കാൻ ന്യൂട്രിയൻസ് വേണം. നമ്മുടെ ശരീരം എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ റീബിൽഡ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ കാൽമുട്ടിന്റെ ജോയിന്റ്സ്, അതിനുള്ള ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ്സ്, ലിഗമെന്റ്സ്, ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ്. പലതരത്തിലുള്ള എൻസൈംസ്, നമ്മുടെ DNA എന്ന് പറയുന്നതൊക്കെ റിപ്പയർ ആവാൻ എല്ലാറ്റിനും ന്യൂട്രിയൻസ് വേണം. അപ്പോ അതിനുവേണ്ടി ഭക്ഷണങ്ങൾ കഴിക്കാം. എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പാടില്ലല്ലോ. എങ്ങനെയാണ്? എല്ലാ ഫ്രൂട്ട്സും കഴിക്കാമോ? ഇപ്പോ എല്ലാ ഫ്രൂട്ട്സും കഴിക്കുന്നത് ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ നോക്കിയ മുന്നേ ഉണ്ടായിരുന്ന ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഹലോ ഒരു മിനിറ്റ്. ഹലോ, can you hear me? ഇത് കാണുന്നുണ്ടോ? ഇപ്പൊ ആ ഫസ്റ്റ് കാണുന്നത് എന്താണ്? പഴമാണ്. മുന്നുണ്ടായിരുന്ന പഴം ഇങ്ങനെയായിരുന്നു. മുന്നുണ്ടായിരുന്ന തണ്ണിമത്തൻ എങ്ങനെയായിരുന്നു കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കായിരുന്നെങ്കിൽ അതിലെന്താണ് കൂടുതലും ഉണ്ടായിരുന്ന ഡയറ്ററി ഫൈബേഴ്സ് ആയിരുന്നു, കൂടുതലും വിറ്റമിൻസും മിനറൽസും ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും ഹെൽത്തി ആയിട്ടുള്ള ഒരു അമൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. മാത്രമല്ല സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ് നമുക്ക്. പക്ഷെ നമ്മൾ ഇതില് എന്ത് നോക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത്? ഇതിന്റെ വിറ്റമിൻസിന്റെ അളവ് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ മിനറൽ കണ്ടന്റിന്റെ അളവ് നോക്കിയിട്ടോ, ഡയറ്ററി ഫൈബേഴ്സിന്റെ അളവ് നോക്കിയിട്ടോ അല്ല ഇതിലെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷം ഏതാണ് ഉണ്ടാവുന്നതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മധുരം ഏതിനാണോ ഉള്ളത് അത് മാത്രം അടുത്ത വർഷം ഉണ്ടായാൽ മതി, വിലപ്പെടുത്താൻ പിന്നെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് നോക്കിയിട്ടല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ലേ? ഫ്രൂട്ട്സിലുള്ള മധുര ശരീരത്തിന് അങ്ങനെ എടുക്കും. ഏറ്റവും ശരിക്കും പറഞ്ഞാല് ഫ്രൂട്ട്സിലുള്ള മധുരം, ഫ്രക്ടോസ് എന്ന് പറയുന്ന മധുരമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. എന്ന് വെച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മുന്നേ ഉണ്ടായിരുന്ന ഒരു 12% മാത്രമാണ് ഇതില് മധുരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഇത്രയും നമ്മൾ സെലക്റ്റീവ് ബ്രീഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ അത് 25, 30, 35, 40% പോലും മധുരമുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. 40% പോലും മധുരമുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിലുള്ള മധുരം ഏതാണെന്ന് ചോദിച്ചാല് ഫ്രക്ടോസ് ആണ്. ബാക്കിയുള്ള എല്ലാ ഷുഗറും, ഗ്ലൂക്കോസ്, ലാക്ടോസ്, ഗാലക്ടോസ് ഏതാണെങ്കിലും ശരീരത്തിലെ എല്ലായിടത്തിലും എനർജി ആവാനുള്ള ശേഷിയുണ്ട്. ഫ്രൂട്ട്സിലുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്നത് എവിടെ മാത്രം എനർജി ആവുള്ളൂ? നമ്മുടെ കരളിൽ, നമ്മുടെ ലിവറിൽ. കേൾക്കുന്നുണ്ടോ? എന്തിനൊരു ലോഡാണ്? ലിവറിനൊരു ലോഡാണ്. ഞാൻ മനഃപൂർവ്വം ഞാനിത് പിന്നെ ഫ്രൂട്ട്സ് വേണ്ട എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മളെല്ലാവരും ഒരു ആരോഗ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഫ്രൂട്ട്സിലോട്ട് തന്നെ പോകും. ഫ്രൂട്ട്സിലോട്ടാണ് പോകുന്നത്. അത് കാരണം കൊണ്ട് തന്നെ 3 നേരം ഫ്രൂട്ട്സ് കഴിക്കുന്നവരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു തരത്തിലും എന്തില്ല, ആരോഗ്യം ആരോഗ്യമില്ല എന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ വീണ്ടും കൂടി വരും. അപ്പൊ ആ ഒരു മെന്റാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്, അത് വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചെങ്കിലും എടുക്കുന്നത് ഒരു വിശ്വാസം ഉണ്ടാവുമായിരിക്കും. കംപ്ലീറ്റ് ഒഴിവാക്കിയ പ്രശ്നമൊന്നുമില്ല സർ. ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ ഒരു പ്രശ്നമല്ല. പക്ഷെ വിറ്റമിൻ സി കിട്ടണമെങ്കിൽ കുറച്ച് നമ്മൾ നാരങ്ങ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുന്നതോ ഒക്കെ നല്ലതാണ്. കാരണം ഇപ്പോഴുള്ള ഫ്രൂട്ട്സ് അതാണ് അവസ്ഥ. ഈ കടലയൊക്കെ കഴിച്ചാൽ വെയിറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത് സാധാരണ? സോറി, കടലയൊക്കെ കഴിക്കുന്ന സമയത്ത് വെയിറ്റ് കൂടുകയല്ലേ ചെയ്യാം? കടല കൂടുതൽ കഴിക്കുമ്പോൾ തീർച്ചയായും വെയിറ്റ് കൂടും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കടല കൂടുതൽ കഴിക്കാൻ പറഞ്ഞിട്ടില്ല. കൂടുതലും കഴിക്കേണ്ടത് പച്ചക്കറികളും പിന്നെ ഇറച്ചി. ബ്രേക്ക്ഫാസ്റ്റ് കടല, മമ്പയർ, ചെറുപയർ എപ്പോഴും അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് അതാണല്ലോ. മുട്ട നിങ്ങൾക്ക് മടുത്തു കഴിഞ്ഞാൽ മാത്രം എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കാനുള്ളതാണ്. പിന്നെ ഈ മമ്പയറോ അല്ലെങ്കിൽ കടല വെച്ചിട്ടോ ഉള്ള ദോശ. ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടയും അതിന്റെ കൂടെ പച്ചക്കറികളുമാണ്. കടല, പയർ, പരിപ്പ് വർഗ്ഗങ്ങള് എന്തിൽ കൂട്ടാൻ പാടില്ല? പച്ചക്കറികളിൽ കൂട്ടാൻ പാടില്ല. ഹലോ സാറേ പറഞ്ഞോളൂ സാറേ. ഈ മുട്ടയും പയറുവർഗ്ഗങ്ങളും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂണ് കഴിക്കാവുന്നതാണ്, മഷ്റൂംസ് കഴിക്കാവുന്നതാണ്, പനീർ കഴിക്കാവുന്നതാണ്. പക്ഷെ ഇതൊന്നും മഷ്റൂം അങ്ങനെ കിട്ടത്തില്ല ഡോക്ടർ. സോറി, അങ്ങനെ കിട്ടത്തില്ല. കഴിക്കാവുന്നതാണ്. പക്ഷെ ഇതൊന്നും ന്യൂട്രീഷണലി ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരിക്കലും എന്തിന്റെ അത്ര എത്തില്ല, എഗ്ഗിന്റെ അത്ര എത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ മടുപ്പ് തോന്നുന്നത് കൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു 1-2 ദിവസം ഇങ്ങനെ മാറ്റി പിടിക്കാവുന്നതാണ്. പിന്നെ സാറേ സോറി, ഈ ലഞ്ച് ഒന്ന് കറക്റ്റ് പറഞ്ഞു തരുമോ? ലഞ്ചാണോ? ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഡെയിലി ഫോട്ടോ അയച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഡെയിലി കടലവർഗ്ഗങ്ങള് പെടുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്താ കഴിക്കണം വെജിറ്റബിളിന്റെ കൂടെ. കടല മിക്സ് ചെയ്ത് വെജിറ്റബിൾ കഴിക്കുന്നു. ഒരു പാത്രത്തിന്റെ പാതി എന്തായിരിക്കണം? വെജിറ്റബിൾ, നല്ല കൊഴുപ്പും പ്രോട്ടീനും. അതിൽ തൈര് ഉൾപ്പെടും, ഇറച്ചി അല്ലെങ്കിൽ മീന് ഉൾപ്പെടും, അല്ലെങ്കിൽ മുട്ട, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടും. മറ്റേ പാതി വന്നിട്ട് എന്തായിരിക്കണം? പച്ചക്കറികളായിരിക്കണം. പക്ഷെ ഈ പച്ചക്കറിയുള്ള പാതിയിൽ 1/4 ഭാഗം മാത്രം എന്തുണ്ടായാൽ മതി? പയർ വർഗ്ഗങ്ങൾ ഉണ്ടായാൽ മതി. പയർ, കടല വർഗ്ഗങ്ങള് പച്ചക്കറിയുള്ള ഭാഗത്തിൽ നിന്ന് 1/4 ഭാഗം ഉണ്ടായാൽ മതി. ഇത് മനസ്സിലായോ? നമുക്ക് സൂപ്പ് കഴിക്കുന്നതിന് കുഴപ്പമില്ല സർ. സൂപ്പ് കഴിക്കുന്നത് അടിപൊളിയല്ലേ? സൂപ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡാണ്, ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡാണ്. സമയമില്ലാത്തവർക്ക് ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് സൂപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സൂപ്പ് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഏറ്റവും ഞാനത് പ്രിഫർ ചെയ്യുന്നത് ഞാൻ അതാണ്. പ്രത്യേകിച്ച് തിരക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. കുഴപ്പമില്ല സർ. ചിക്കനും നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു വലിയ പണി കൂടെ അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യം കൂടെ അല്ല. നിങ്ങളൊരു കുക്കർ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട്, ഇഷ്ടമുള്ള പിന്നെ പയറുവർഗ്ഗങ്ങൾ കുറച്ചിട്ട്, അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയോ മീനോ ഒക്കെ ഇട്ട്, വെള്ളം നിറച്ച് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു 5-6 വിസിലടിച്ച് അത് ഫുള്ള് ഉടയുന്ന പോലെ ആക്കാം. തീരെ ഉടഞ്ഞ രീതിയിലാക്കാം. ഈ ഉടഞ്ഞതിന് ശേഷം നമുക്ക് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രി ആണെങ്കിലും എന്ത് ചെയ്താൽ മതി? ഒരു ഫ്രൈ പാൻ എടുത്ത് ഒരു കുറച്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് എത്രയാണോ നിങ്ങൾക്ക് കഴിക്കേണ്ടത് അത് മാത്രം കുറച്ച് ഒഴിച്ച്
ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കും. ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അതിൽ 2 മുട്ട ഉടച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കുരുമുളക് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ നെയ്യിട്ട് കഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ അല്ല ഡോക്ടർ ഇപ്പൊ പറയുമ്പോ കടലവർഗ്ഗം പറഞ്ഞു, എഗ്ഗും പറഞ്ഞു, കടലവർഗ്ഗവും പറഞ്ഞു, എഗ്ഗും പറഞ്ഞു. എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ? എല്ലാം യൂസ് ചെയ്യാം. സൂപ്പ് എന്ന് പറയുന്നത് അതാണ്, ഭയങ്കരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അതിൽ ചേർക്കാവുന്നതാണ്. അതും ഈ വെള്ളം ഉൾപ്പെടെ കുടിക്കുന്നത് കാരണം അതിൽ നിന്നും എങ്ങനെയാണ്? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ സാർ, എൻ്റെ പേര് ബാസിന എന്നാണ്. എന്നെ ജലീല മാഡം ആണ് എനിക്ക് ലീഡറായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ജനുവരി 4-ാം തീയതി തൊട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് 85 കിലോ ഉണ്ടായിരുന്നു. അപ്പം മാഡം പറഞ്ഞേക്കുന്ന 1 മന്ത് നമുക്ക് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെ 1 മന്ത് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് ഫെബ്രുവരി 4-ന് വെയിറ്റ് നോക്കാൻ പറഞ്ഞായിരുന്നു. ഫെബ്രുവരി 4-നും വെയിറ്റ് നോക്കിയിട്ട് എനിക്ക് അതേ വെയിറ്റ് തന്നെയാണ്, അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. മാഡമിന് പിന്നെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നോ? എന്താ സാർ? ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല, ബേക്കിംഗ് സോഡ ടെസ്റ്റ് പിന്നെ ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്ത് നോക്കേട്ടോ. കുഴപ്പമില്ല, വിഷമിക്കണ്ട. എന്തായാലും നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് മാഡമിന്. പിന്നെ ഞാൻ ഡയറ്റ് അപ്പം വെയിറ്റ് കുറയാത്തോണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 3 days വാട്ടർ മാത്രമായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്തായിരുന്നു. ഇപ്പൊ ഒരു 1/2 kg മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇന്നലെ തൊട്ട്. നല്ല കാര്യം. മാഡം ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കണം കേട്ടോ. ഇൻഡൈജഷൻ ഉണ്ടാവും, നല്ല ഇൻഡൈജഷൻ ഉണ്ടാവും. അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ, പേടിക്കണ്ട. ആപ്പിൾ സിഡർ വിനെഗർ എത്ര നാൾ കഴിക്കാം? നമുക്ക് 3 ആഴ്ച കൂടുമ്പോ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പൊ അതില് ടൈമിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, മാറ്റിയെടുക്കാവുന്നതാണ്. ഹലോ സാർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ഞാൻ ഇതുപോലെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്ത് വിനെഗർ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം സാർ എന്നോട് പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ചെയ്തപ്പോൾ 12.2 ഉള്ളൂ, കുറവാണ്. അപ്പൊ നിങ്ങള് 60,000 യൂണിറ്റിന്റെ വിറ്റമിൻ ഡി വാങ്ങിയിട്ട് ആഴ്ചയിൽ 1 വെച്ച് കഴിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. കുഴപ്പമില്ല മാഡം, വിറ്റമിൻ ഡി ലെവൽസ് ഹൈ ആവട്ടെ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് മാറട്ടെ, എന്തായാലും വെയിറ്റ് കുറയും. അപ്പൊ ഫസ്റ്റ് ഈ ഡയറ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി. മാഡമിന്റെ ഫസ്റ്റ് നടത്തുന്ന ഈ ഒരു രോഗം മാറട്ടെ. രോഗം മാറിയ ഉടനെ ഇതും ശരിയായിക്കോളും. സാർ നേരത്തെ കംപ്ലീറ്റ് ചെയ്തില്ല. പറഞ്ഞോ. എച്ച് പൈലോറി കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യാ? എച്ച് പൈലോറി കുറയ്ക്കാനുള്ള നാച്ചുറൽ കോമ്പൗണ്ട്സ്, വളരെ നല്ല നാച്ചുറൽ കോമ്പൗണ്ട്സ് ആണ്. ഒന്ന് നന്നാരി എന്ന് പറയുന്നത്, അതേപോലെ കരിഞ്ജീരകം, മഞ്ഞൾ നല്ലതാണ്, അതേപോലെ ഇഞ്ചിയിലുള്ള പല കോമ്പൗണ്ട്സും വളരെ നല്ലതാണ്, കുരുമുളക്. അപ്പൊ ഇതിനെല്ലാം അതുകൊണ്ടാണ് എന്നും നമ്മൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത് വളരെ ഡിസംബർ 12-നാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ജനുവരി 12 ആയപ്പോഴത്തേനും വെയിറ്റ് നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് 99 kg വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ജനുവരി 12-ന് വെയിറ്റ് വീണ്ടും ഡയറ്റ് ഫോളോ ചെയ്ത് പോവാണ്. അപ്പൊ എനിക്ക് ജനുവരി 12-ാം തീയതി മുതൽ മറ്റേ ഡയറ്റീഷ്യൻ മാം ഒരു ഒമേഗ 3-യുടെ ടാബ്ലറ്റും കൂടി കഴിക്കാൻ പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയത് ഫെബ്രുവരി 22-നാണ്. പക്ഷെ ഫെബ്രുവരി 22-ന് ശേഷമാണ് നോക്കിയത്. അപ്പൊ വെറും 100 കിലോ കുറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോ ഡിസംബർ 12 മുതൽ റെഗുലർ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ്. അപ്പൊ ഈ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. ഈ പിന്നെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിരുന്നു മാഡം?
ഇല്ല ഒന്നും ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ മാം. ഹലോ ഡോക്ടർ, ഞാൻ ഡയറ്റ് നോക്കാൻ വേണ്ടിട്ട് 1 മാസമായി. അപ്പൊ ഇന്നിപ്പോ കറക്റ്റ് നോക്കിയപ്പോ 2 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 93 കിലോ ആയിരുന്നു, 91 ആയിട്ടുണ്ട്. എനിക്ക് അതിനൊക്കെ കൂടുതലായിട്ട് സ്കിന്നിന് ഭയങ്കര ഒരു ഗ്ലോ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കുറയാനൊക്കെ കൂടുതലായിട്ട് ശരീരത്തിൽ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു ഇൻസുലിൻ നിർത്തിയിട്ട് മെറ്റ്ഫോർമിൻ 500 ഗ്ലിനിട്രൈഡ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് 200ലേക്ക് ഷുഗർ ലെവൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ടാബ്ലറ്റിന്റെ അളവ് കൂട്ടണോ അതോ ഇനി ഷുഗർ കുറഞ്ഞു വരുമോ സർ? ഷുഗർ ഇനിയും കുറയും. പക്ഷെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. 212, 201 അങ്ങനെ ആ ഒരു റേഞ്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? ഇൻസുലിൻ എടുക്കുമ്പം 100 സംതിങ് ആയിരുന്നു. ഇൻസുലിൻ നിർത്തി കഴിഞ്ഞപ്പോ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഡോക്ടർ, ഞാനിപ്പോ നെക്സ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 മാസം കൂടെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പിന്നെ വേറെ എന്ത് മെഡിക്കേഷൻസ് എനിക്ക് വൈറ്റമിൻ ഡി തന്നിട്ടുണ്ടായിരുന്നു. എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ടാബ്ലറ്റ് ഡെയിലി. എനിക്ക് വൈറ്റമിൻ ഡി 13 ഉള്ളൂ. അപ്പൊ സാർ എനിക്ക് ഡെയിലി ഒരു 2K ഡെയിലി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 60K വീക്കിലി വൺസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഹലോ സാർ, വർക്കൗട്ട് നിർബന്ധമാണോ? വർക്കൗട്ട് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പറ്റുന്നവർക്ക് അത് നിർബന്ധം തന്നെയാണ്. ഞാന് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഞാൻ ഇന്നാ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് നല്ല മൈഗ്രെയിൻ്റെ ആളാണ്. ഞാൻ ഭയങ്കര മൈഗ്രെയിൻ പ്രശ്നമുള്ള ആളാണ്. അപ്പോ ഞാൻ കുറയിച്ച് ഇപ്പൊ ഡയറ്റുമായിട്ട് നല്ലോണം പൊരുത്തപ്പെട്ടിരിക്കണം. അപ്പൊ ഞാൻ കുറയിച്ച് ഇങ്ങനെ ഡയറ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചേ. മാഡമിന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ? നെഞ്ചരിച്ചില്, കുരിശുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ? ഇല്ല, അതൊന്നുമില്ല. എനിക്ക് ഭയങ്കര എന്തെങ്കിലും ബോഡി എന്തെങ്കിലും വർക്കൗട്ടൊക്കെ പറ്റും. ഡയറ്റ് വർക്കൗട്ടും കൂടെ എനിക്ക് ഒപ്പരം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ എനിക്ക് എന്തായാലും തലവേദന വരും. വേദനകൾ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറ്റ് മാത്രം. ഞാൻ ഈവനിങ് നടക്കുന്നുണ്ട്. ഹലോ സാർ. ഹലോ സാർ, എനിക്ക് ഗോൾ ബ്ലാഡർ ഡിസ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇഷ്യൂസ് ഇല്ല മാഡം. പക്ഷെ വയറ് നിറച്ച് കഴിക്കാതിരിക്കാം. അതോടൊപ്പം മാഡമിന് ഡൈജഷൻ നടക്കുന്നില്ലെങ്കിൽ നല്ലോണം ഫുഡിന്റെ ഉള്ളില് പിന്നെ നാരങ്ങനീര് പിഴിയാം. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തായിരുന്നു. 2 മിനിറ്റിനുള്ളിൽ ബർപ്പ് വന്നായിരുന്നു. ഓക്കെ, വലിയ ബർപ്പാണോ ചെറിയ ബർപ്പാണോ? ചെറുതായിട്ടാണോ? ഒന്ന് എടുത്ത് നോക്കി നോക്ക്. ആപ്പിൾ സിഡർ വിനെഗർ കഴിച്ചു നോക്കി നോക്ക്. വലിയൊരു വയറ് എരിച്ചിലൊന്നും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു. കംഫർട്ടബിൾ ആണെങ്കിൽ അത് ചെയ്തോളൂ. ആപ്പിൾ സിഡർ വിനെഗർ എത്ര നാൾ വരെ കഴിക്കാം? അതാണ്, നിങ്ങളത് 3 ആഴ്ച കൂടുമ്പോൾ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ടൈമിങ് അപ്പോഴും ശരിയായിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ. ആപ്പിൾ സിഡർ വിനീഗർ കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ നമുക്ക് ശരീരത്തിന്? ദോഷം എന്ന് പറയാൻ, ആസിഡ് കൂടുതലുള്ളവർക്ക് മാത്രം നെഞ്ചരിച്ച് കൂടും. അവർക്ക് മാത്രം എനിക്ക് ബേക്കിംഗ് സോഡ ടെസ്റ്റ് എടുത്തപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഏമ്പക്കം, 15 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഏമ്പക്കം വന്നത്. അപ്പൊ എന്നോട് മാഡം പറഞ്ഞു ഇത് ആപ്പിൾ സിഡർ വിനീഗർ തുടങ്ങാൻ പറഞ്ഞു. ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് അത് ആദ്യമായിട്ട് കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാനിപ്പോ 2 ദിവസമേ ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട്. ശരീരത്തിന്റെ ഉള്ളിൽ വലിയ ദോഷങ്ങളില്ല, നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ പല്ലില് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തേയ്മാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് പറഞ്ഞിരുന്നു. ഞാൻ സ്ട്രോ ഉപയോഗിച്ചാണ് അത് കുടിച്ചത്. ഡയലൂട്ട് ചെയ്ത് സ്ട്രോ ഉപയോഗിച്ചാണ് കുടിച്ചത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? വെയില് അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ വെയിൽ കൊള്ളാറുണ്ട്. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോയാല്
അപ്പോ വിറ്റമിൻ ഡി എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. സാർ അതുപോലെ നമ്മൾ ഈ പൾസസ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ യൂറിക് ആസിഡിന്റെ എന്തെങ്കിലും പ്രോബ്ലം വരുമോ? അതൊരു നല്ല ചോദ്യമാണ്. ഇപ്പോ പൾസസ് കഴിക്കുന്നതുകൊണ്ടോ ഇറച്ചിയോ മീനോ കഴിക്കുന്നതുകൊണ്ടല്ല യൂറിക് ആസിഡ് കൂടുന്നത്. യൂറിക് ആസിഡ് കൂടുന്നതിന്റെ മെയിൻ 2 കാരണം, ഒന്ന് ശരീരത്തിൽ കെട്ടിക്കിടക്കുകയാണ്. ഫാറ്റി ലിവർ ഉള്ളത് കാരണം ശരീരത്തിൽ അതിന് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഫാറ്റി ലിവർ ആണ്. ലിവറിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് ഈ കൊളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ഒരു ഇൻഫെക്ഷൻ കാരണം യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പൊ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷൻ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോ പറഞ്ഞത് പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അളവിന് കഴിച്ചാൽ മതി. അവോയ്ഡ് ചെയ്താൽ സോറി സാർ, എനിക്ക് വൈറ്റമിൻ ഡി 12.2 ആയിരുന്നു സാർ. എത്ര mg എടുക്കാൻ പറഞ്ഞത്? സോറി സാർ. 60,000 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് ആഴ്ചയിലൊന്ന്. ഹലോ സർ, ഞാൻ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തു. ഹലോ സർ, ഞാൻ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തപ്പോ 1 മിനിറ്റിനുള്ളിൽ എനിക്ക് നല്ല തേമ്പക്കം വന്നു. പിന്നെ തുടർച്ചയായിട്ട് കുറെ നേരം വന്നു. പക്ഷെ എന്ത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴത്തേക്കും എനിക്ക് ആസിഡ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റില്ല? എൻഡോസ്കോപ്പി ചെയ്തപ്പോ ആസിഡ് റിഫ്ലക്ട് ചെയ്യും. ഹലോ, ഈ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും നന്നായി നാരങ്ങ നീര് പിഴിഞ്ഞ് കഴിച്ചു നോക്ക്. ഡൈജഷൻ ആവുന്നുണ്ടോ നോക്കി നോക്ക്. കംഫർട്ടബിൾ ആണോ നോക്കി നോക്ക്. എന്നിട്ട് തന്നെ അറിയിക്കണം. ഞാൻ 6 ദിവസമായി ഡയറ്റ് തുടങ്ങിയിട്ട് എനിക്ക് ESR 68 അപ്പം ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 32 കുറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ESR എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടുകളോ നീർക്കെട്ടുണ്ട്, കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ESR ചെക്ക് ചെയ്യാൻ കാരണം. അപ്പൊ ഇന്നിപ്പോ 32 കുറഞ്ഞത്, നേരെ പകുതിയായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവിടെ ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസ് കുറയുന്നുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. കുറയുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ. ഞാൻ ഇതുവരെ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ വെള്ളം അധികം കുടിക്കാൻ പറ്റുന്നില്ല. എന്നാലും മാക്സിമം ഒരു 12 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്. പക്ഷെ പോണില്ല. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് കുടിച്ചു നോക്ക്. ഇനി അഥവാ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അതിന് മരുന്ന് എടുക്കാവുന്നതാണ്, അത് ഭയങ്കര കൂടുതലാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡയറ്റ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്യാം. എന്ത് ഡ്രിങ്കാ ഡോക്ടർ പറഞ്ഞത്? എന്ത് ഡ്രിങ്കാണ് അത്? പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് തിളപ്പിച്ച് കുടിക്കാനുള്ള ഒരു വെള്ളം അവർ പറഞ്ഞു. ഞാനിപ്പോ 2 ദിവസമായിട്ട് അഫ്ര മാഡം എന്താണ് പറയുന്നത്? സർ, അപ്പൊ നമുക്ക് രാവിലെ വെറും വയറ്റിൽ നാരങ്ങ നീര് വെള്ളത്തിലാക്കിയിട്ട് കഴിച്ചാൽ കുഴപ്പമുണ്ടോ സർ? കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ അസിഡിറ്റി ഉള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര ഇഷ്യൂ ആയി മാറും. എനിക്ക് പൊതുവെ ഭയങ്കര ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഗ്യാസ് ഇല്ല, പിന്നെ പെയിൻസ് ഇല്ല, ഒന്നുമില്ല. ഇഷ്യൂ ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് കുടിച്ചു നോക്കിയോ. പിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 1.5 മാസമായി സർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏകദേശം 13.5 kg വരെ കുറക്കാൻ പറ്റിയിട്ടുണ്ട് വെയിറ്റ്. അത് സാറിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. കുറെ വർഷത്തെ സന്തോഷം, സന്തോഷം. കേട്ടതിൽ വളരെ സന്തോഷം. ഹലോ സർ. ഹലോ സാറേ. ഹലോ സർ. ഹലോ സർ, ഞാൻ സുജിയ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് സർ. ഞാൻ ഈ ഡയറ്റ് തുടങ്ങി 2 വീക്സ് ആയിട്ടുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫീസ് വർക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഗ്യാസ് പിടിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ സെമി മാഡമിനെ കൊണ്ട് ചോദിച്ചു,
മാം എനിക്ക് ഈ ഗ്രാം കണക്കായിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഇത് എത്ര എനിക്ക് എടുക്കണം എന്ന് മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോണ ഫുഡും അങ്ങനെ സാറ് പറഞ്ഞ പോലെ പച്ചക്കറി ഉണ്ട്, ചീരയുണ്ട്, പിന്നെ ഇത്തിരി ഞാൻ ദിവസം എന്തെങ്കിലും ഒരു പയർ ഐറ്റം എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പയർ ഐറ്റം കഴിച്ചു എന്ന് വെച്ചാൽ എനിക്ക് ഗ്യാസ്ട്രിക് ഫോം ആവും. എനിക്ക് ഇഷ്യൂ വന്ന് 85 kgs. ഞാനിവിടെ ഓക്കെ ഇല്ല സർ, ഞാൻ 85 kg ഉള്ള സമയത്ത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഞാനിപ്പോൾ 77 ആയിരുന്നു. ഈ പയർ വർഗ്ഗം എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ KG കൂടി, എനിക്ക് 79 ആയി. അപ്പോൾ അത് ഞാൻ അവോയ്ഡ് ചെയ്തു. ഒന്നാമത് പിന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട്, ഇൻഡൈജഷൻ ഉണ്ട് മാഡം. അതെ സർ, ഞാൻ ബേക്കിംഗ് സോഡ ടെസ്റ്റ് എടുത്തു, എനിക്ക് വീർപ്പൊന്നും വന്നിട്ടില്ല. അപ്പം മാഡം പറഞ്ഞു വിനിഗർ എടുക്കാൻ പറഞ്ഞു. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചിലവർ പറയണ ഇതിൽ സൈഡ് എഫക്റ്റ് ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളും, ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ മാഡം എനിക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓഫീസിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, പേഴ്സണൽ യൂസ്. പിന്നെ ഇത് ചെയ്താൽ മതി, ആപ്പിൾ സിഡർ വിനെഗർ ധൈര്യമായിട്ട് കുടിച്ചോളൂ, ഒരു ഇഷ്യൂ ഇല്ല. ഹലോ സാറേ, 3 നേരം എടുക്കണം. അല്ല ദിവസം ഡേ ബൈ ഡേ എടുത്തോണ്ടിരിക്കണോ ചോദിക്കാം? 3 നേരം ആഹാരത്തിന് മുന്നേ എടുക്കണം, 3 നേരം എടുക്കണം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറിനും മുന്നേ എടുക്കണം. ഹലോ സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ പേര് രമ്യ. ഡയറ്റ് തുടങ്ങിയിട്ട് ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സ്കൂട്ടർ നോക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഈ വെയിൽ ഫുള്ള് കൊള്ളുന്നുണ്ട്. അപ്പൊ അധികം കാരണം എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഉണ്ട്. ഈ സമയത്തെ ഫുള്ള് വെയില് 3 മണി കഴിഞ്ഞാലും ഈ വെയില് കുറയില്ലല്ലോ. അപ്പൊ ഈ 3:30 സമയത്തൊക്കെ ഡയറക്റ്റ് അപ്പൊ നമുക്ക് കണ്ണിന്റെ പോള തുറക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ഹെഡേക്കാ. അപ്പൊ ഇപ്പൊ മാത്രമേ ഈവനിങ് ഞാൻ അധികം ഫുഡ് അല്ലെങ്കിലും കഴിക്കാറില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ തോരനും അതുപോലത്തെ ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ, ഓവറായിട്ട് ഉള്ള പോലെ. അതാണ് മൈഗ്രെയിൻ വരുന്നത് കൂടുതലും ഗ്യാസ്ട്രിക് ഇഷ്യൂ കാരണമാണ്. മാഡം ചിലപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്യട്ടോ. ഹലോ സർ, ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ്. ഹലോ, ഞാൻ റിമീഷയാണ്, കോയമ്പത്തൂരിൽ നിന്നാണ്. ഞാൻ ഡിസംബറിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോ ഫെബ്രുവരി ആയി ഒരു 5 കിലോ കുറഞ്ഞു. കുഴപ്പമില്ല. ഇനി ഫാസ്റ്റിംഗ് ടൈം വരില്ലേ, അപ്പൊ അതിനനുസരിച്ച് ഡയറ്റിംഗ് ഒന്ന് പറഞ്ഞു തരുമോ? ഹലോ സർ, സർ ഇനി ഫാസ്റ്റിംഗ് ടൈം എങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് ചാർട്ട് അയച്ചു തരും. സർ ഞാൻ സാറ് പറഞ്ഞിട്ട് നമ്മള് രാവിലെ കിട്ടുന്ന, ഞാൻ ഹോസ്റ്റലിലാണ് സർ, രാവിലെ കിട്ടുന്ന ഫുഡ് കറി മാത്രം എടുത്തിട്ടേ. ഹലോ അപ്പൊ ഈ കറി മാത്രം എടുത്തിട്ട് കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് സാറ് കഴിക്കാൻ പറഞ്ഞു. അത് കഴിക്കുമ്പം ഞാൻ ആ വെയിറ്റിൽ നിന്ന് കുറച്ചായിട്ട് ഒരു ലോസേജ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വെയിറ്റ് നോക്കിയപ്പോഴും കുറച്ച് ഒരു 2 അല്ലെങ്കിൽ 3 ഗ്രാം കുറഞ്ഞ ലെവൽ വരുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന്, അതായത് ഒരു ഉച്ചയ്ക്ക് ഒരു നേരം എന്തെങ്കിലും അരിയാഹാരം അല്ലെങ്കിൽ അതായത് ഫുഡോ അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ പോകും. മാഡമിന് ഭയങ്കരമായിട്ടുള്ള ഇൻഡൈജഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരീരത്തിന് ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ ശരീരത്തിന് ഭയങ്കര പേടിയാണ്. നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും പോഷകങ്ങൾ എത്തുന്നില്ല, ശരീരത്തിലോട്ട് എത്തുന്നില്ലെങ്കിൽ ശരീരം എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യില്ല? വിട്ടുകൊടുക്കില്ല, കിട്ടുന്നതൊക്കെ ശേഖരിച്ചു വെക്കുള്ളൂ. അപ്പം ഇത് വേറെ ഫുഡ് എടുക്കാണ്ട് ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണോ സർ പറയുന്നത്? ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അഥവാ വേറെ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നല്ലോണം ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കുക, നല്ലോണം നാരങ്ങയും പിഴിഞ്ഞിട്ട് ഡൈജഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മള് വ്യായാമം ചെയ്തില്ലെങ്കിൽ അത് ഇഷ്യൂ ഉണ്ടാവും സർ? ഇല്ല, വലിയ കുഴപ്പമില്ല. ഗുഡ് ഈവനിങ് സർ. പറഞ്ഞോളൂ മാഡം.
ഞാൻ ഈ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. എനിക്ക് 6 കിലോ കുറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ താഴേക്ക് പോകുന്നില്ല. 65 ആകുന്നുണ്ട്. പിന്നെ പൊക്കത്തിലേക്ക് പോകുന്നു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ താഴേക്ക് വരുന്നു. ഇനി അതിന് എന്നാ ചെയ്യണം? ഞാൻ രണ്ട് മാസം കഴിഞ്ഞു. 6 ദിവസം കൂടിയായി. വിശപ്പ് കുറവാണോ മാഡം? വിശപ്പ് ഇന്നൊക്കെ ഭയങ്കര വിശപ്പായിരുന്നു. എന്നിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും കഴിച്ചാൽ കഴിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തു. അത് ചെയ്തു. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തു. ആപ്പിൾ സിഡർ വിനർ കഴിച്ചു. വിറ്റാമിൻ ഡി എടുക്കുന്നുണ്ട്. ഒമേഗ 3 എടുക്കുന്നുണ്ട്. എക്സസൈസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടോ? എക്സസൈസ് ഞാൻ ചെയ്യുന്നില്ല. കാരണം സാർ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു. നടുവിന് വേദന ഉള്ളത് കൊണ്ട്. ആ നടുവിന് വേദനയോട് ചെയ്യുന്നുണ്ട്, അല്ലാത്ത ചെയ്യുന്നില്ല. ഇനി വെയിറ്റ് കുറയാതെ എന്റെ ഇഞ്ച് ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. മുഖത്തൊക്കെ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. അതെന്നാ സാറ്? അത് ചില സമയത്ത് അങ്ങനെയാണ്. മാഡമിന് നന്നായിട്ട് പിന്നെ ഫാറ്റ് ലോസ് ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാകും. എന്ന് വെച്ചാല് ഫാറ്റ് കുറയും, പക്ഷെ വെയിറ്റ് കുറയില്ല. പലപ്പോഴും അത് നിങ്ങൾക്ക് ശരീരത്തിൽ പ്രോട്ടീൻ ബിൽഡപ്പ് ഉണ്ടാകുമ്പോഴാണ്. മസിൽ കൂടുന്ന സമയത്ത് ഫാറ്റ് കുറഞ്ഞാലും മസിലിന്റെ വെയിറ്റ് ആയിട്ട് അത് മാറാറുണ്ട്. കുഴപ്പമില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഇതേ സെയിം പ്രോബ്ലം അപ്പോ ഈ കൈ വിറയൽ വരുന്നുണ്ട്. ഞാൻ ഡയറ്റ് ഇന്നേക്ക് 3 ദിവസമായി. ഇന്നലെ പോലെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് മൈഗ്രെയിൻ ഒരു മാറ്റമില്ല സാർ. ഇത് സ്റ്റാർട്ട് ചെയ്ത് പോലെ മൈഗ്രെയിൻ ഒന്നാമത് എനിക്ക് തൈറോയിഡ് ഉണ്ട്. പിന്നെ ഇപ്പം ചെറിയ ഒരു 3 വയസ്സായിട്ടുള്ള മോളും ഉണ്ട്. അപ്പം ഇതും ടൈമും എല്ലാം കൂടെ കണ്ട് ഇതാവുന്നില്ല. കറക്റ്റ് ഇത് അരമണിക്കൂറിന്റെ ഡിഫറൻസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. മൈഗ്രെയിൻ ഇഷ്യൂ കൂടുതലും വരുന്നത് ഗ്യാസ്ട്രിക് ഇഷ്യൂ കാരണമാണ്. അപ്പൊ ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും. ഡൈജഷൻ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ മൈഗ്രെയിനിൽ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാം. വിറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകും. സാർ എനിക്ക് കൊളസ്ട്രോൾ 253 കൊളസ്ട്രോള്. അപ്പോ സാർ എനിക്ക് കൊളസ്ട്രോൾ 253. അപ്പം ആദ്യമായിട്ടാണ് കൊളസ്ട്രോൾ കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. എന്നിട്ടാണ് ഞാനിപ്പോൾ ഡയറ്റിനകത്തോട്ട് വന്നത്. അപ്പോൾ ഈ ഡയറ്റിലൂടെ നമുക്ക് കൊളസ്ട്രോൾ കുറയോ ഡോക്ടർ? ഈ മുട്ടയും ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൊളസ്ട്രോൾ കുറയ്ക്കുമോ അത്? ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ കുറക്കണം എന്നില്ല. ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ നോക്കണം എന്നില്ല. അത് 200 300 ആയാലും കുഴപ്പമില്ല. നമ്മൾ യൂറോപ്യൻസിന്റെ ഫ്രഞ്ചുകാരുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് 300 അല്ലെങ്കിൽ 400 ഒക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് ആവറേജ് തന്നെ 270 280 ആണ്. പക്ഷെ അവർക്ക് നമ്മുടെ ഇന്ത്യൻസിന് ഉള്ള അത്ര പോലും അവർക്ക് എന്തില്ല, ഹാർട്ട് ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഷുഗറോ മറ്റുള്ള രോഗങ്ങളോ ഒന്നുമില്ല. അപ്പോ നമ്മൾ ആകെ നോക്കേണ്ടത് ഈ കൊളസ്ട്രോൾ എന്തിൽ നിന്നും വരുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. മോശമായതുകൊണ്ട് അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ് കുറക്കാൻ നോക്കുക. അത് മറ്റുണ്ടാകുന്നത് അത് കുറക്കാൻ നോക്കാം. അതേപോലെ VLDL എന്ന് പറയുന്നതും കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ ഡയറ്റിലൂടെ അത് കുറഞ്ഞു കിട്ടില്ലേ? മോശമായതൊക്കെ കുറയും. ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ജനുവരിയിൽ 30-നാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഫെബ്രുവരി ഇത്ര ആയില്ലേ. അപ്പൊ എന്റെ 25 kg ഉള്ളത് 23 kg ആയിട്ട് 2 കിലോ അങ്ങനെ 2.5 കിലോ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എന്താ അങ്ങനെ? ഞാൻ ചില സമയത്ത് എഗ്ഗ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ എഗ്ഗ് കഴിക്കില്ല. പിന്നെ അതിന് പകരം കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. എഗ്ഗ് ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് വരും. വൊമിറ്റിംഗ് വരുന്നുണ്ട് ഞങ്ങൾക്ക് എഗ്ഗ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല രാവിലെ. അപ്പൊ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ എന്തെങ്കിലും ഞാൻ കഴിക്കുക. വെയിറ്റ് 25 ഉണ്ടായത്. ഇപ്പൊ 75 ഉള്ളത്. ഇപ്പൊ 73 ആയിട്ടുള്ളത്. 2 കിലോ കുറഞ്ഞിട്ടില്ല. 1 മാസം അടുക്കായില്ലേ.
ഓക്കെ. അപ്പൊ മാഡത്തിന് ഇൻഡൈജഷൻ ഉണ്ടാവും കേട്ടോ. മുട്ട കഴിക്കുമ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോട്ടീൻസ് കഴിക്കുമ്പോ പിന്നെ ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ ആസിഡിന്റെ കുറവുണ്ടാകും. അപ്പൊ മാഡം ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ. മൈഗ്രെയിനെ പറ്റി ഒരു ക്ലാസ് എടുത്ത് തരാൻ പറ്റുമോ? മൈഗ്രെയിനെ പറ്റി തീർച്ചയായും എടുക്കാവുന്നതാണ്, നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. ഡോക്ടർ, ഈ ഇടത്തെ കൈ വന്നിട്ട് നന്നായി വിറയ്ക്കുന്നുണ്ട് ഡോക്ടർ. എനിക്ക് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ രാവിലെ 3 എഗ് ബോയിൽഡ് എഗ് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നെ പച്ചക്കറി ഒന്നും കഴിക്കാനുള്ള ഇത് വിശപ്പ് അതോടുകൂടി മാറി കിട്ടുകയാണ്. അപ്പൊ പിന്നെ പച്ചക്കറി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് വല്ല പയറുവർഗ്ഗം എന്തെങ്കിലും ഉപ്പേരി അതുപോലെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ രാത്രി അതേപോലെ തന്നെ കഴിക്കുന്നത്. കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല. വിശപ്പ് കുറയുന്നത് വലിയൊരു ഇഷ്യൂ അല്ല, പക്ഷേ ഇത് ഇൻഡൈജഷൻ എന്നുള്ള രീതിയിലോട്ട് പോവുകയാണെങ്കിൽ ഇഷ്യൂ തന്നെയാണ്. ഇല്ല, ഈ സോഡ ഉപ്പ് അത് ചെയ്ത് നോക്കി. അത് ചെയ്തപ്പോ കറക്റ്റ് 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ അമ്പക്കം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ മറ്റേ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്, കോഡ് ലിവർ ഓയിലും കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ കൈ വിറയ്ക്കുന്നുണ്ട്. ഈ ഒരാഴ്ചയായിട്ടാണ് ഇങ്ങനെ, ലെഫ്റ്റ് ഹാൻഡ് മാത്രം. അങ്ങനെയാണെങ്കിൽ മാഡം ഒന്ന് പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ ഒന്ന് കുടിച്ച് ഇതുപോലെ ഭക്ഷണങ്ങൾ കഴിച്ച് നോക്കി നോക്ക്. അങ്ങനെ വേറെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇല്ലെങ്കിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ പറയും കേട്ടോ, എന്നെ വിളിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. എന്താണ് മാഡം? സാർ ചായ കുടിക്കാൻ പറയുന്നില്ലേ? ഹലോ, കേട്ടില്ല. ചായ കുടിക്കാൻ പറഞ്ഞ സാർ ഡയറ്റിൽ പാൽ ചായ കുടിക്കാൻ പറയുന്നല്ലോ, അത് നമുക്ക് ഗ്രീൻ ടീ ആക്കുന്നതില്ലല്ലോ സാർ? ഇല്ല, ഒരിക്കലും ഇല്ല. ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്, തീർച്ചയായും കുടിക്കാം. പിന്നെ എല്ലാവർക്കും ഒരു പിന്നെ എളുപ്പമുള്ള കാര്യം അല്ല എന്ന് വിചാരിച്ചാൽ പറ്റുന്നോടത്തോളം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഒരു ടീ കുടിക്കണതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. രാത്രിയിൽ മസിൽ ക്രാമ്പ് ഉണ്ടാവുന്ന എന്തുകൊണ്ട്? മസിൽ പിടുത്തം രാത്രിയില് മഗ്നീഷ്യത്തിന്റെ കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ. മഗ്നീഷ്യത്തിന്റെ കുറവാണ്. എനിക്ക് 2 ആഴ്ചയായിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. നേരത്തെയൊക്കെ എനിക്ക് നെഞ്ചരിച്ചിൽ എപ്പോഴും ഉണ്ടാവും, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പം നെഞ്ചരിച്ചില്ല. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ ഒരു ആക്റ്റീവാണ് ഞാൻ. ഡയറ്റീഷ്യന്റെ അടുത്ത് മഗ്നീഷ്യം സിട്രേറ്റിനുള്ള ലിങ്ക് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. മഗ്നീഷ്യത്തിനുള്ളത് ചോദിച്ചാൽ അവർക്ക് എനിക്ക് പാൽപ്പൊടി കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ലെങ്കിലും കഴിക്കണോ? ഇല്ലെങ്കിലും കഴിച്ചോളൂ. ക്രാംസിന് വേണ്ടിയിട്ടാണ്, മസിൽ ക്രാമ്പ് ഉണ്ടെന്നല്ല പറഞ്ഞത്. കഴിച്ചോളൂ. പറഞ്ഞോളൂ സാർ, പാൽപ്പൊടി കഴിക്കുന്നതിന് വ്യത്യാസമുണ്ടോ? പാലും പാൽപ്പൊടിയും പാലും എന്തോ? പാൽപ്പൊടി പാലും കഴിക്കുന്നതില് പാലാണ് ഒന്നുകൂടെ നല്ലത്. കാരണം പാൽപ്പൊടിയിൽ കുറച്ചുകൂടെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്സ് ഉണ്ടാവും. മനസ്സിലായില്ല? കേൾക്കുന്നില്ല കേട്ടോ, സോറി. എങ്ങനെയാണ്? ഹലോ ഡോക്ടർ, വിറ്റാമിൻ ഡി ഇല്ലേ? വിറ്റാമിൻ ഡി എനിക്ക് 11 പോയിന്റ് ഉള്ളത്. അത് കൂടാൻ എന്ത് ചെയ്യാത്ത കാലുവേദന നടുവേദന ഉണ്ടാകുമ്പോൾ അത് കുറഞ്ഞോണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. വിറ്റാമിൻ ഡിന്റെ കുറവില്ലാണ്ട് 60,000 യൂണിറ്റിന്റെ ടാബ്ലറ്റ് വാങ്ങിച്ച് ആഴ്ചയിൽ 1 വെച്ച് കഴിക്കാം. ആഴ്ചയിൽ 1 വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു 4 മാസമെങ്കിലും കഴിക്കണം. അതിനുശേഷം നിങ്ങൾ പിന്നെ വെയിലൊന്നും കൊള്ളുന്നില്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു 2000 യൂണിറ്റ് വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഹലോ ഡോക്ടർ, പെയിൻ ഉണ്ടാവുന്നത് കൊണ്ടാ? അങ്ങനെ
പെയിൻ ഉണ്ടാവും ജോയിന്റ് പെയിൻസും പിന്നെ ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാവും. അപ്പൊ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോ വല്ലാണ്ട് ഇങ്ങനെ വേദന, നടുവൊക്കെ ഭയങ്കര വേദന, കാലൊക്കെ പൊക്കി ചെയ്യുമ്പോ എക്സസൈസ് ചെയ്യുമ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എക്സസൈസ് ചെയ്യണ്ട. ആ വേദന മാറിയതിന് ശേഷം നിങ്ങളത് പിന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുവരെ ഡയറ്റ് എടുക്കുക കേട്ടോ. കുറയ്ക്കാനേ അഞ്ചു മാഡം പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഈ ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 1 month ആയി. എനിക്കിപ്പോ 4 kg കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനു മുന്നും വേറെ ഡയറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡൗട്ടിൽ ചോദിക്കാണ്. ഇപ്പൊ നമ്മളതൊരു 3 months കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു കാർബ് ഇൻക്ലൂഡ് ചെയ്താലേ നമ്മളുടെ ബോഡി പിന്നെയും വെയിറ്റ് റീഗെയിൻ ചെയ്യുമോ? തീർച്ചയായും വെയിറ്റ് റീഗെയിൻ ചെയ്യും. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ എന്ന് പറയുന്ന രീതിയിൽ കഴിക്കാനുള്ളതല്ല. നമ്മള് ഈ സാധാരണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന രീതി ഉണ്ടല്ലോ, 3 നേരം ചോറും പിന്നെ പത്തിരിയും അല്ലെങ്കിൽ പുട്ടും ദോശയൊക്കെ കഴിക്കുന്നതുണ്ടല്ലോ, നമ്മൾ വേറെ വഴിയില്ലാതെ അതിലോട്ട് മാറിപ്പോയതാണ്. നമുക്ക് പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉള്ളത് കാരണം, അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിയിലായിരുന്നു, നമുക്ക് പോവർട്ടി ലൈൻ്റെ അടിയിലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡയറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് വന്നൊരു ഡയറ്റാണ്. മനുഷ്യ ശരീരം അതിന് ഡിസൈൻഡ് അല്ല. നമ്മുടെ കൾച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയി പോയതാണ്. അപ്പൊ അതിൽ നിന്നും ഒരു മാറ്റം, അതിൽ നിന്നും അതല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടത്. നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് തരുന്നത്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഈ 1 മാസം നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു ലൈഫ് ടൈം വെർത്ത് ആണ് നിങ്ങൾക്ക്. കാരണം ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുന്നതും അതേപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതും ഓരോന്നും പഠിപ്പിച്ചു തരുന്നതും എന്തിനാണ്? നിങ്ങൾ ലൈഫ് ടൈം നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ശരിക്കും നല്ല ഫുഡ്, നമ്മുടെ ശരീരം എന്തിനാണ് ഡിസൈൻ ആയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫുഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, എത്രയോ പേരുടെ അസുഖങ്ങൾ മാറുന്നുണ്ട് അല്ലെ? ഷുഗർ ആണെങ്കിലും ശരി, PCOD, ഫാറ്റി ലിവർ, അതുപോലെയുള്ള പിന്നെ ജോയിന്റ് പെയിൻസ്. ചിലവർക്ക് മാത്രം എക്സ്ട്രാ എടുക്കേണ്ടി വരുന്നുണ്ട്, വിറ്റമിൻ ഡി ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും ഒക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അല്ലാത്ത ഭൂരിപക്ഷത്തിന് ഇതിലൂടെ തന്നെ മാറുന്നുണ്ട്. അപ്പോ ഇങ്ങനെ നല്ലൊരു കാര്യം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും എന്തിലോട്ട് പോകാൻ പാടില്ല, പിന്നിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരുന്നതും. അപ്പൊ നമ്മളിപ്പോ ഡയറ്റ് 3 മാസം എടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഷുഗർ ഫുൾ കംപ്ലീറ്റ് ഒഴിവാക്കി ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കി കഴിഞ്ഞാലും നമ്മളെ ബോഡി റീഗെയിൻ ചെയ്യും സർ? ഇല്ല, വലിയ തോതിൽ നമുക്ക് വെയിറ്റ് കൂടില്ല. നിങ്ങൾ ഫ്രൈഡ് ഐറ്റംസും അതേപോലെ റിഫൈൻഡ് ഓയിൽസും ഷുഗേഴ്സും ഒഴിവാക്കി നിങ്ങൾ പിന്നെ കാർബ് ഉള്ള അന്നജമുള്ള ഫുഡുകൾ വെറും ഒരു പ്ലേറ്റിന്റെ ഒരു 1/4 ഭാഗം മാത്രം കഴിക്കുകയാണ്, 4ൽ 1 ഭാഗം മാത്രം കഴിക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഇങ്ങനെ കൂടില്ല. നല്ല ആരോഗ്യത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ സർ. ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കാം അല്ലേ സർ? അതല്ലേ ബെറ്റർ? കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പിന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലൊരു മാരേജ് ഫംഗ്ഷനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് ആർമാദിക്കാൻ പറ്റും നല്ല രീതിയിൽ. ഒരു ക്രേവിങ്സേ ഇല്ല സർ, ഒന്നും കാണുമ്പോൾ കഴിക്കണമെന്ന് തോന്നുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതാണ്. കുറെ നാള് നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ ഒരു തെറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാർ, ഞാൻ വിറ്റാമിൻ ഡി കഴിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. ഇനി അത് കണ്ടിന്യൂ ചെയ്യണോ? എന്റെ വിറ്റാമിൻ ഡി അളവ് 21 ആയിരുന്നു. വിറ്റാമിൻ ഡി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈഫ് ലോങ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. 2000 യൂണിറ്റ് എല്ലാ ദിവസവും വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഒമേഗ 3 ക്യാപ്സ്യൂൾ എത്ര മാസം യൂസ് ചെയ്യണം സർ? ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ്. ഒമേഗ 3 എന്ന് പറയുന്നതും അതിലടങ്ങിയുള്ള ഇപ്പൊ കോഡ് ലിവർ ഓയിലില് വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ ഉണ്ട്, അതേപോലെ EPA DHA എന്നൊക്കെ പറയുന്ന പലതരം നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ലൈഫ് ലോങ് എടുത്തുകൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. അപ്പോ നിങ്ങൾക്ക് പിന്നെ ഇപ്പോ നിങ്ങളൊരു 3 എണ്ണമാണ് ദിവസം കഴിക്കുന്നതെങ്കിൽ ഇനി ഒരു 2-3 മാസത്തിന് ശേഷം നിങ്ങൾ ദിവസം ഓരോന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. നൈറ്റ് ആണോ സർ കഴിക്കേണ്ടത്? എങ്ങനെയാണ്? ഒന്നാണെങ്കിൽ നൈറ്റ് ആണോ സർ കഴിക്കേണ്ടത്? എപ്പോ വേണമെങ്കിലും കഴിക്കാം. ഈ വേനൽക്കാലം ആയതുകൊണ്ടേ അളവ് കൂട്ടാൻ പറ്റുമോ? എന്തിന്റെ അളവ്?
വെള്ളം കുടിക്കണ രാത്രിയൊക്കെ? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ അങ്ങനെ അതിനനുസരിച്ച് വിയർക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ടാവുന്നതാണ്. ഒരു 2.5 ലിറ്ററോളം നിങ്ങൾക്ക് ദിവസവും കുടിക്കാവുന്നതാണ്. പിന്നെ തൊണ്ടയോ അല്ലെങ്കിൽ വായോ ഭയങ്കരമായിട്ട് വരണ്ടു പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അത് വെറും വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ഇലക്ട്രോലൈറ്റ്സിനാണ്. അപ്പൊ നിങ്ങൾ കരിക്ക് കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ORS നിങ്ങൾ മിക്സ് ചെയ്ത് കുടിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പറഞ്ഞോളൂ, കേട്ടില്ല. കരിക്ക് നമ്മൾ ഡെയിലി എടുക്കാൻ പാടുണ്ടോ? എന്താണ്? കരിക്ക് ഡെയിലി എടുക്കാൻ പാടുണ്ടോ? കരിക്ക് ഡെയിലി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിവിടെ ചെന്നൈയിലാ ഉള്ളത് ആക്ച്വലി. അപ്പോ ഭയങ്കര ചൂടായിപ്പോ ഇവിടെ. ചൂടാണല്ലേ? അങ്ങനെ എടുക്കുന്നോണ്ട് ഡെയിലി ഒരു ഗ്ലാസ് കരിക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ വിയർക്കുന്നതിനനുസരിച്ച് വെള്ളം കുടിക്കുക, ഓവറായി പോവണ്ട. അതിനനുസരിച്ച് ഇലക്ട്രോലൈറ്റും ബാലൻസ് ചെയ്യണം കേട്ടോ. ഞാൻ ഈവനിങ് ഒരു 1 hour മാത്രമേ നടക്കുന്നുള്ളൂ, എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് ഓവർ വെയിറ്റ് ആണ്, ഓൾറെഡി ഞാൻ 98 kg ഉണ്ട്, ഇപ്പൊ അത് 94 വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് ആ ജമ്പിങ് എക്സസൈസ് അധികം ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ ഈവനിങ് 1 hour നടക്കാറുണ്ട്. അത് നല്ല കാര്യമാണ്, അത് മനസ്സിലാക്കി. അതേപോലെ ലിഗമെന്റിന്റെ ടേറോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള എക്സസൈസ് ഒക്കെ കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞിട്ട് ചെയ്താൽ മതി. വളരെ സോറി, ഞാൻ പിന്നെ ടൈം ആയതുകൊണ്ടാണ്, ഒരു ചെറിയൊരു തിരക്കുണ്ട്. ഇത്രയും നേരം കൂടെ ഇരുന്നതിനും നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിനും ഇത്രയും അറിവുകൾ എന്നെയും പഠിപ്പിച്ചതിനൊക്കെ താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച കാണാം. ഇനി ആരെങ്കിലും പിന്നെ ചോദ്യങ്ങൾ ഞാൻ ആൻസർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഡയറ്റീഷ്യനോട് ഒരു പിന്നെ വോയിസ് നോട്ട് അയക്കാവുന്നതാണ്. ഞാനല്ലെങ്കിൽ എൻ്റെ പിന്നെ മറ്റുള്ള ഡോക്ടേഴ്സ് എന്തായാലും അതിനുത്തരം നൽകുകയും ചെയ്യും കേട്ടോ. താങ്ക് യു എവ്രി വൺ. ഇനി അടുത്ത ആഴ്ച ഏതെങ്കിലും പിന്നെ രോഗത്തെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യനോട് അറിയിക്കാം. താങ്ക് യു എവ്രി വൺ. ഗുഡ് നൈറ്റ്.